Hallelujah. Hallelujah. Praise God. Hallelujah. ഇന്ന് വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഈ ബാലരാമപുരം പ്രദേശത്തിൽ കൂടി വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്ന ഈ വിലയേറിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് ദൈവം തന്ന ഒരു മഹാ അവസരമാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. റോമ ഷഹീഡ റേ ഹില ഫ്രഹറ്റോസ്മിയ സേ എറുഖൽ വ്രേ എനിയോഷസി മെറൂല സേ എബോറാഖറ്റസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രദേശത്തിൻ്റെ ഒരു മാറ്റത്തിനായി, ഈ പ്രദേശത്തിൻ്റെ ഒരു വിടുതലിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഈ ദേശത്തിനായിട്ട് നമുക്ക് ഒന്ന് പോരാടി പ്രാർത്ഥിക്കാം. ഓറ ഷസിയ ലേ ഹിറ മസിയ. അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന ഈ കുടുംബങ്ങളിൽ ഒരു വലിയ മാറ്റമുണ്ടാകണം. ഹല്ലേലൂയ. അതിനാണ് ദൈവം ഇന്ന് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഒരു വലിയ മാറ്റം ഈ ദേശത്തിന് ഉണ്ടാകുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറാമ ഷെസിയ ലേ എറിമ ഹോസിയ റേ എലിബ്ര കോഷസീറ. ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് ഈ ദേശത്തിലേക്ക് ഒഴുകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ആരോഗ്യം ഈ ദേശത്തിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ എല്ലാ ഗേറ്റുകളും ഈ പ്രദേശത്ത് തുറക്കാൻ ദൈവം നന്നായിട്ട് ആഗ്രഹിക്കുന്നു. ഓ റാമാസാറ്റ ലഹിയ റേ എനി ഫ്രഹറ്റോസ് മേറൂല സെമികോ റേ ഹിലാമ ഷസിയ റേ ലിബൗറ ഷസീബ മെഗ്ലൂറി ഗലാക്രോ ലോഷസി ലഹിയ റബേനിയ. ദൈവരാജ്യത്തിൻ്റെ എല്ലാവിധ നന്മകളും ഈ ദേശത്തിൽ മേൽ തുറക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അത് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ എല്ലാവിധ ഗേറ്റുകളും, എല്ലാവിധ പ്രൊവിഷനുകളും, എല്ലാവിധ ചേംബറുകളും, എല്ലാവിധ പ്രൊവിഷനുകളും ഈ ദേശത്ത് അൺലോക്ക് ആകാൻ പോകുകയാണ്. ഓ റാ ഹൽബിയ ടെസിയ റേ ഗിലാസോ മറൂന അംതെരിയ മച്ചൂറ ലസിയ റഹി ലമ ജോസോറ ഹദിയ. Lehia re eni frahatozia. Come on, roar for this city. Hallelujah. ഈ പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ ആത്മാവിൽ പോരാടാൻ വിളിക്കപ്പെട്ടവരാണ്. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ലോ റോഹോസി മേറ്റ റീഫെ നീക്രോ ലോഷസിയ റേ ബി ലോസിയ മറാറ്റസിയ ലേ റിമാഖറ്റോസിയ റീബാലാറ്റസിയ റേ ഹിലാമാഷോസിയ റേ ഹിലാമാഷസിയ റേ ഹിലാമാകോഷസിയ റേ ഹിലാമസിയ ടെറിയ കാലബാഷസിയ ബെറിയ ലറ്റസിയ റേ ഹിലാമസോട്ടോ റോബോഹോഷസിയ മേറു ഒൽബിയ നറ്റസി കലാട്ര വനിയാൻറ്റോസ് മെറൂലോ ഹൊസമ റിമൽറ്റ ലെവൽറ്റൽ ലാൽട്രൽ ലട്രൽസ് കേഫെ മെസൂറബെലിയാൻറ്റസിയ. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ വിലയേറിയ പ്രൊവിഷനുകൾ ഈ കുടുംബങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സേ ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അത് ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ ആ ചേംബറുകളെ ദൈവം അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദ ക്രൈസ്റ്റ്. അതിന് ഒരു തടസ്സവും ഇടാൻ പിശാചിന് അനുവദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ. ആമേൻ, ആമേൻ. ഈ പ്രദേശത്തെ ജനത്തിൻ്റെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുന്ന ഇരുളിൻ്റെ ശക്തികൾക്കെതിരെ ഒന്ന് ഗർജിച്ചേ. ലോ ഹോ റീ മാ സാ ചേ റീ ബാ ലോ കോഷസിയ. അവരുടെ കുറ്റമല്ല, അവരുടെ കണ്ണുകൾ കുരുടാണ്. ഇപ്പോൾ തന്നെ ആ ഡ്രാഗണെതിരെ ഒന്ന് ഗർജിച്ചേ. ലീ ബാ റാസി അൽ ടെഫ്രേനിയ കോഷസിയ. ഇപ്പോൾ തന്നെ ആ ഡ്രാഗണെതിരെ ഗർജിച്ചേ. ആ ഡ്രാഗണാണ് ആ ഇരുളിൻ്റെ രാജ്യത്തെ ഇവിടെ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് എന്തിനാണ്? ആമേൻ. ഇരുളിൻ്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒരു തലമുറയെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞ് അതിനെതിരെ ഒന്ന് ഗർജി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ലാഹിയ. നിങ്ങളുടെ ആത്മശബ്ദങ്ങളാണ്, നിങ്ങളുടെ ആത്മാവിലെ ചില ഫ്രീക്വൻസികളാണ് ഈ ദേശത്തെ വിടുവിക്കുന്നത്.
നിങ്ങളുടെ ആത്മാവിലുള്ള ചില തരംഗങ്ങളാണ് ഈ ദേശത്തിന് മാറ്റത്തിന് കാരണമായി തീരുന്നത്. അത് വിശ്വസിക്കുന്നവർ നല്ല ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഓ റാമ ഷഹീഡ ലേ ഹി റോബോകോ ലോ ഹോഷസ് ലോഹോ റാ ഹസിയ മകാതസിയ റൂകോ ലമാതസിയ ലീഗ്രാമാതസിയ റേ ഹിലാഫ്ര ഹറ്റോസിയ. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ നിങ്ങളെ നടത്തുന്ന ദൈവരാജ്യത്തിന്റെ ഗേറ്റുകളെ നിങ്ങൾ ഇവിടെ ഒന്ന് തുറന്നിട്ടേ. ലേഹി റമോ ഹുർഷസി മാറാകാറ്റസിയ ലേഹി റാമാകാറ്റസിയ റേ ബിലോ കോഷസിയ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ മാറ്റങ്ങൾ ചലിക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വലിയ ചേഞ്ചുകൾ ഈ ദേശത്തിലേക്ക് അത് വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലോഹോ റീ മാ സേ ഠേ ലേഹു റാ മാ സേ ക്രാ ലീ മാ ഠ ലേഹി റമാ. Come on, release the frequencies of the spirit. Re mi lo ho zi mara hajazi bara e li ma ro ho jazi barako le bi ro ho zi. നിങ്ങളുടെ ഓരോ ചിരിയിലും ആമേൻ ഹല്ലേലൂയ പിശാചിന്റെ ശക്തികൾ ഈ ദേശത്തിൽ പതറുകയാണ്. എന്താണ്? പതറുകയാണ്. ഹല്ലേലൂയ. പിശാചിനെ പതറിക്കുന്നത് കരച്ചിലല്ല, പിശാചിനെ പതറിക്കുന്നത് ചിരിയാണ്. ഓ റാമസിയ. ഈ ദേശത്തെ വാഴുന്ന ഇരുളിന്റെ ശക്തികളെ നോക്കി ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ആമേൻ ഭൂമിയിലെ രാജാക്കന്മാർ പദ്ധതിയിടുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹോ ലാമാ റാഷസിയ. രണ്ടവൻ ക്രോധത്തോടെ അവരെ നോക്കുന്നു. ഹല്ലേലൂയ. നീ ചിരിക്കുക. അറാമസിയ ലഹിയ. നിന്റെ കരച്ചിൽ കാണുവാൻ, ഈ ദേശത്തിന്റെ കരച്ചിൽ കാണുവാൻ ഉറ്റുനോക്കിയിരിക്കുന്ന ഇരുളിന്റെ ശക്തികളെ താറുമാറാക്കുന്നത് നിന്റെ ചിരിയാണ്. ഓ റാ മാ സി. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. വാ തുറന്നേ. ലോ ഹോ റീ മാ സേ ചേ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. റൂഖോ ലോ ബോ ഷസിയ റേ ഹി ലമാ ഷസിയ റേ ഹിലിയ. ഫയർ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ആ അഗ്നിയുടെ നാവുകൾ ചലിക്കുകയാണ്. ഈ ദേശത്തെ ആമേൻ ഹല്ലേലൂയ, ഈ പട്ടണത്തെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഫ്രീക്വൻസിയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ ആദ്യമായിട്ട് സഭ കൂടി വന്നത് എങ്ങനെയാണ്? പല ദേശക്കാർ അവരുടെ അടുക്കലേക്ക് വന്നു. അയ്യോ, ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരടുത്തു വന്നത്. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രീക്വൻസി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ദേശത്തിലെ ശക്തികൾക്ക് മനസ്സിലാകും, ഈ ദേശത്തിലെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിക്കോളും. ഓ റഹസിയ ലേഹി റമഗോഷസിയ റേഹി ലമാഷസിയ. അവരിന്ന് അടുത്തു വരട്ടെ. റീബാലസിയ ടെഫ്രഹേനിയാൻതസിയ. അവരെ തടയുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ അതിനെതിരെ ഒന്ന് ഗർജിച്ചേ. ഓ റമസിയ ലേഹി റമഷസിയ റൂകമലതസിയ. അതിനെതിരെ ഒരു വലിയ പോരാട്ടം നയിച്ചാട്ടെ. ഇപ്പോൾ നിങ്ങൾ ചിലർ ഞാനിപ്പോൾ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഈ ദേശത്തിലെ ഇരുളിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടുത്തെ ജനത്തെ നീ തകർക്കത്തില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോക അധിപതികളോടുമാണ്. പറഞ്ഞ ഐ ടേക്ക് ഡൊമീനിയൻ. ഞാൻ അതിൻ്റെ മേൽ വാഴുന്നു. അവരുടെ മനസ്സുകൾ ഫ്രീ ആകട്ടെ. ജനങ്ങളുടെ മനസ്സ് ഫ്രീ ആകട്ടെ. ലൂഹോ റാമാഷസിയ റാമിയ ലോഹ സീറ മൈൻഡ മെലിക്ര മനസിയ ലേബിയ റബലഹഷസിയ ലീഹ റബക. ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ഓ റാമ കാലസിയ. എന്നാൽ നീ ആത്മമണ്ഡലത്തിൽ റോർ ചെയ്താൽ ഈ ദേശം വിടുവിക്കപ്പെടാൻ പോകുന്നു.
നിങ്ങളുടെ വിഷയങ്ങൾ മറക്കണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ വിഷയങ്ങൾ മറന്ന് നിങ്ങൾ ഒഫൻസീവിലേക്ക് കയറാൻ പോകുകയാണ്. റൂമ ലാസിയ റോഹി ലമാസിയ മേരാ റേബി ലോഹോ സാറ മൈൻറ്റ മൈക്രോ മൈൽറ്റസ് മൈസ്ക്രസ് ബൈസ്രോ ബൈസ തെരയ വെലിയ റെബിന സോബറോ നൊമന മെലീന മെന്നൂറ മെന്നുക്കോ മെക്രൂക്കോ ലഹസ ലെറ്റെ വെറിയ കോഷസിയ. Come on, roar against every principality. Roar against every principality. Loho rimase lehi ramaso roho shazia rehi lamarakatazia. ഈ ദേശത്തിലെ അധിപതികളോട് കൽപ്പിച്ചാട്ടെ, ഞങ്ങൾ വന്നിട്ടുണ്ട്. ഹേ റിമാലാസിയ, ദൈവത്തിന്റെ പുത്രന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇരുളെ നീ കീഴടങ്ങുക, ഇരുളെ നീ ഓടിമറയുക. ലേഹി റാമാശസിയ റേബിലാസിയ റെബിലിയ ക്രാശസിയ, ഇരുളെ നീ ഓടിമറയുക. ഓ റാമാശസിയ, ദൈവരാജ്യ പൗരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവരാജ്യ പൗരന്മാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഉറക്കെ പറ. ദൈവരാജ്യ പുത്രന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, നീ ഓടിമറയുക. ഓ സാമിലി ഓ റാശസിയ. കമോൺ, അധികാരം ഏറ്റെടുക്ക്, അധികാരം ഏറ്റെടുക്ക്. ആ ആ ആ ആ ആ ആ ലഹിയ ഷേക്ര ലുമോ സെഫെഹനിയന്തസിയ ലഹിമോ സോകോറോ വഹതസിയ ലെബോ ഹോസാ മാറാ ഹതി ലെട്രോ ഹോസെ മെക്രോ ലോഹോ ജസിയ ലഹി മാറാ കലശസിയ. ഓ Lehia semeria koshazia lehi rama hoshaziba rehi la morokoshazia merula hadia mesekele freheniantos merukola merazeta rebel katal kravalt mejas lever. Thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. Ora kala shazi arahanadia rehi lo shazi ramata yere luho rima zete frehenia. Come on, we declare freedom, we declare freedom in this city in the name of Jesus, in the name of Jesus, in the name of Jesus. We declare freedom in this city. Oh rabaka la jazia roho lobo hozia rehi la mohoshazia rehi la moshazia. നമ്മൾ ഗ്ലോറിയസ് ആർമി ആണെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കേവലം ഒരു സിവിലിയൻ അല്ല, നിങ്ങളൊരു ചർച്ച് മാത്രമല്ല, നിങ്ങളൊരു ആർമിയാണ്. ആർമി എന്ന് പറഞ്ഞ ആരാണ്? സോൾജിയർ ആണ്. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ സോൾജിയർ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ യുദ്ധങ്ങൾ നടത്തുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ യുദ്ധം എന്താണ്? ഒരു ദേശത്തിന്റെ ഫ്രീഡമാണ് ദൈവത്തിന്റെ യുദ്ധം. നല്ലൊരു ആമീൻ പറഞ്ഞേ. ദേശത്തിന്റെ മാറ്റമാണ് ദൈവത്തിന്റെ യുദ്ധം. ഓ റാഹൽബിയ അറ്റസിയ റേഹില മശസിയ. നീ ദൈവത്തിന്റെ യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ യുദ്ധം ദൈവം ചെയ്യും. ഈ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ എന്തുവാണെന്ന് നമുക്ക് പിടികിട്ടിയില്ല. ആരോടാണ് മുൻപേ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞത്? ദൈവജനത്തോട് അല്ലേ? അപ്പൊ ദൈവത്തിന് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ദൈവത്തിന് പറ്റുമെങ്കിലും ദൈവം അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞത്. കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞേ. അതായത് നമ്മൾ ദൈവരാജ്യം അന്വേഷിച്ചില്ലെങ്കിൽ ദൈവരാജ്യം പടരത്തില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണെങ്കിലും ദൈവം അത് ചെയ്തെടുക്കാൻ വിളിക്കപ്പെട്ടത് നമ്മളെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാം ചെയ്യുന്നത് നമ്മിലൂടെയാണെന്നുള്ള ബോധമുള്ളവർ ആമീൻ പറഞ്ഞേ. അതുകൊണ്ടാണ് പറഞ്ഞ മുൻപേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പിൻ. ആമേൻ. അപ്പോൾ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളത് ഞാൻ തരാം. ഇത് നമ്മുടെ തലയുടെ അറ്റങ്ങളുടെ അറ്റത്ത് പോലും ദൈവരാജ്യം എന്നുള്ള ചിന്തയില്ല.
പക്ഷെ നമുക്ക് കഴിക്കാൻ വേണം, കുടിക്കാൻ വേണം, ഉടുക്കാനും വേണം. അവിടുത്തെ കണ്ടീഷൻ ശ്രദ്ധിച്ചില്ല. മുൻപേ അവന്റെ രാജ്യത്തിനായി നീ ചില പടവെട്ടണം. ഹല്ലേലൂയ. നീ ആത്മമണ്ഡലത്തിൽ എഫെസ്യ ലേഖന പ്രകാരം ദൈവരാജ്യത്തെ നിനക്ക് മാത്രം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. നീ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കാര്യം നീ അറിയാതെ നടക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം? കൈയുയർത്തി പറഞ്ഞേ, എന്റെ ചിന്ത ദൈവരാജ്യമാണ്. ഓ റഹൽ ബി അറ്റസിയ റെഹിലമാശസിയ റെഹിലമാശസി. എന്റെ ചിന്ത ദൈവരാജ്യമാണ്. ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ പടർച്ച നിങ്ങളുടെ അകത്തെ ചിന്തകളായി മാറിയാൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നടത്തി തരാൻ പോകുകയാണ്. കൈയുയർത്തി പറഞ്ഞ്, ഇന്നു മുതൽ ഞാൻ ദൈവരാജ്യം ചിന്തിക്കും. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ ആകുലതകൾ എല്ലാം ദൈവരാജ്യം ആയിരിക്കണം. ഹല്ലേലൂയ. കയറി പറഞ്ഞ, ദൈവരാജ്യത്തിനായി ചിലത് ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണം. ഓ റഹസിയ ലേ ഹിറാഫ ഹോഷസിയ റേഹി ലാമോഷോ സോ റോകോ മഹദിയാസ് ലേ ബിറാകാറ്റസിയ. ഞാൻ ദൈവരാജ്യത്തിന്റെ പടയാളിയാണ്. ഹല്ലേലൂയ. ഞാനൊരു യോദ്ധാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യത്തിന്റെ യോദ്ധാവാണ്. ഓ റമസെറ്റെലെ ഫ്രഹേനിയാന്റോസ് മേറു കലഫഹശസിയ മെലിറ മസോന കറഫ. ദൈവരാജ്യം. ഒന്ന് 10 പ്രാവശ്യം പറഞ്ഞേ, ദൈവരാജ്യം, ദൈവരാജ്യം. പറ, ഉറക്കെ പറ, മൈക്കിൽ ഉറക്കെ പറ. ദൈവരാജ്യം, 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 ദൈവരാജ്യം. ഹല്ലേലൂയ. നന്നായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റമശഗില ബരഹനതോസി റേഹിലമറോഷസിയ റേഹിലമസിമിനികോൾബ് മെറിയമല. ഗിദെയോന്റെ കൂടെ ഒരു 300 പേര് യോദ്ധാക്കളായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. നല്ല ആരാമിയും പറഞ്ഞേ, നിങ്ങൾ ആ യോദ്ധാക്കളുടെ ഗണത്തിൽ പെടാൻ വേണ്ടിയാണ് ദൈവം ഗ്ലോറിയസ് ആർമിയുടെ ശുശ്രൂഷ ഇവിടെ അയച്ചത്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഇന്നു മുതൽ ചിന്തിക്കുക പോലും വേണ്ട. പലരും പറയാറുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന്. പക്ഷെ ദൈവം പറയുന്നു, നീ ദൈവരാജ്യത്തെക്കുറിച്ച് വിചാരപ്പെടണം. ഹല്ലേലൂയ. ദൈവരാജ്യം പടരണം എന്ന്, അതിനുവേണ്ടി നീ ഒരു യോദ്ധാവായി നിൽക്കണം. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഓ റഹസിയ ലേ എവീറ മഹശസ് മേറു കോലോ ശസീമ റേഹി ലാമോ റോഹോസിയ റേഹി ലാമസെറ്റേ. In the name of Jesus, 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 in the name of Jesus. Hallelujah, hallelujah. പറഞ്ഞേ, ദൈവരാജ്യം. ഓ റമശസിയ ലെഹിറമകോശസിയ ലെഹിറാസ് മെസിറാൽബ് റേബി ലോകോ റോഹോശസിയ ലെഹിറമഹോശസിയ. നിങ്ങളുടെ ചിന്ത ദൈവരാജ്യം, നിങ്ങളുടെ നോട്ടം ദൈവരാജ്യം. എല്ലാം ദൈവരാജ്യമായി മാറും. Hallelujah, hallelujah, hallelujah. Thank you Jesus. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഒരു നിമിഷം ഇരുന്നാട്ടെ, മൈക്ക് ഓഫ് ചെയ്തിട്ട്. ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ നമ്മളെ ആ ഫ്രീക്വൻസിയിലോട്ട് വന്നില്ലെങ്കിൽ നമ്മളെ ദൈവം വേറൊരു ഫ്രീക്വൻസിയിൽ നമ്മളെ നിർത്തേണ്ടി വരും. ഇത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ്സിലോട്ട് കയറേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ 9ാം ക്ലാസ്സിൽ തോറ്റാൽ നമ്മളെ വീണ്ടും അവിടെ തന്നെ ഇരുത്തും. എന്നതുപോലെ തന്നെ ഓരോ മീറ്റിങ്ങിലും നമ്മൾ തുറക്കുന്ന ഫ്രീക്വൻസിയിലോട്ട് നമുക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ദൈവം പിന്നെ ഡൗണിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഒന്നുകൂടി ഇരിക്കാൻ പറയും. എന്നിട്ട് ആ വചനം വീണ്ടും കേൾക്കാൻ പറയും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രീക്വൻസി തുറന്നു തുടങ്ങി, പക്ഷെ അതിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തില്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഒഴിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും എൻ്റർ ചെയ്തില്ല. അപ്പോൾ ആ ഫ്രീക്വൻസി ഡൗൺ ആയി. ഇങ്ങനെയാണ് ദൈവം എപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീണ്ടും വചനം കേൾക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒരു സിവിലിനായി തുടരാനല്ല, എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസിയായി തുടരാനല്ല. നമ്മുടെ തലയിൽ ഈ വിശ്വാസി എന്നുള്ള ചിന്ത കയറി കിടക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പറഞ്ഞ ഒരു വിശ്വാസി അല്ല, ഞാനൊരു പടയാളിയാണ്. പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? ഞാനൊരു പടയാളിയാണെന്ന് പറയാൻ പറ്റുന്നവർ ആമീൻ പറഞ്ഞേ. ആമീൻ പറഞ്ഞേ. ആമീൻ പറഞ്ഞേ. ആമീൻ പറഞ്ഞേ. ഓ റമസെറ്റെ വെലിഹെറിമ ഖോഷസിയ ലെബിയ. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കൊരു വാക്യത്തിലേക്ക് ഒന്ന് പോകാം. താങ്ക് യു ജീസസ്. തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. ഈ മൈക്ക് എടുത്ത് അമ്മയുടെ കൊടുക്ക്. തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരാം. രണ്ട് തീമോഥെയോസിലേക്ക് വരാം. 2 തീമോഥെയോസ് 2:3 വരാം. ഓണാക്ക് മൈക്ക് ഓണാക്ക്. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യണം. ഓക്കെ, വായിച്ചു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. മതി. തുടക്കത്തിലെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ആമേൻ. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ പടയാളിയാണ്. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഞാൻ ദൈവത്തിന്റെ പടയാളിയാണ് എന്ന് വിശ്വസിക്കുന്നവരും അത് ഏറ്റെടുക്കുന്നവരും നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ പടയാളിയാണ്. വിശ്വാസിയല്ല. വിശ്വാസിയുടെ ലെവല് കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം നിങ്ങളെ തേടി ഗ്ലോറിയസ് ആർമി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എന്താണ് തെളിവ്? നിങ്ങൾ വിശ്വാസി അല്ലെന്ന് ഞങ്ങൾ ഇവിടെ വന്നതാണ് തെളിവ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രത്യേകത ഇത് വിശ്വാസികളുടെ ഒരു മിനിസ്ട്രി അല്ല, ഇത് പടയാളികളുടെ മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരു പടയാളിയാക്കി നിർത്തട്ടെ. വിശ്വസിക്കുന്ന റാമീൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഓ റമ ഷസിയ ലോ റോഖമ ഹസിയ ലേവിറ കോഷസിമ റഹതസിയ. അപ്പോൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടതെല്ലാം ദൈവരാജ്യത്തിൽ നിന്ന് സപ്ലൈ ആകും. വിശ്വസിക്കുന്ന റാമീൻ പറ. ഒന്നിനും മുടക്കം വരത്തില്ല. ഒരു കാര്യത്തിന് പോലും മുട്ടുണ്ടാകത്തില്ല. മുട്ടുണ്ടാകുന്നൊരു ചരിത്രം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഭടനാണ്. നല്ല ഭടന എന്നോടുകൂടെ യുദ്ധസേവ ചെയ്യുക എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളെ ഒരു ഭടനായി കണ്ടിരിക്കുകയാണ്. ലഹിയ റെമീൻ അസെകന ഫ്രഹന
ഷെഹിഡ ലഹീറ മഹസിയ. ഒരു വലിയ ദേശത്തിന് അധികം ഭടന്മാരില്ല. നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഭടന്മാർ. ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് സോൾജേഴ്സേ ഉള്ളൂ. നിങ്ങളെ ദൈവം സോൾജിയറാക്കി കണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ദൈവം ആ ഫ്രീക്വൻസികളെ ഇന്ന് തുറന്നു തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറയണം. സോൾജിയറിന്റെ ഫ്രീക്വൻസി വേറെയാണ് അല്ലേ? അവർക്ക് ജീവന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ സാധാരണ ജനങ്ങളുടെ മനോഭാവത്തിലല്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സാധാരണ വിശ്വാസിയുടെ മനോഭാവത്തിൽ നിന്ന് വെളിയിൽ വരണം. ആമേൻ. സാധാരണ വിശ്വാസി എപ്പോഴും ദൈവദാസനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുക എന്നൊക്കെയുള്ള ചിന്താഗതികളിൽ നിൽക്കുക. പക്ഷെ വാസ്തവത്തിൽ നീ ഒരു ഭടനാകുമ്പോൾ നീ നിന്നെക്കുറിച്ച് ഒന്നും അറിയണ്ട. ഒരു സോൾജിയർ മരിച്ചാൽ തന്നെ നോക്കിക്കേ, ആ സോൾജിയറിന്റെ അന്ത്യകർമ്മങ്ങൾ പോലും അവന്റെ വീട്ടുകാരല്ല ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അവന് വേണ്ടിയുള്ള പ്രത്യേക പ്രിവിലേജുകൾ ഈ ഇന്ത്യൻ ഗവൺമെന്റ് പോലും കൊടുത്തിട്ടുണ്ട്. കാരണം അവൻ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ നിൽക്കുവാണ്. ഹല്ലേലൂയ. അവൻ രാജ്യത്തിന് വേണ്ടി എവിടെ നിൽക്കുവാണ്? അതിർത്തിയിൽ നിൽക്കുവാണ്. ഈ തോട്ടിലേക്ക് വന്നാൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാ പറഞ്ഞേ. നമ്മൾ ഇതൊക്കെയും കിട്ടാൻ വേണ്ടി ഇരിക്കുക അല്ലേ? മുൻപ് എൻ്റെ രാജ്യനീതി അന്വേഷിപ്പിന്നുള്ള ഇത് നമ്മുടെ തലയിലില്ല. അതോടുകൂടെ ഇതൊക്കെയും എന്തോ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയണം. കിട്ടാൻ വേണ്ടി ഇരിക്കുക. ആർക്കാ കിട്ടുന്നത്? രാജ്യത്തിലെ പൗരൻ എന്നുള്ള ബോധം മിനിമം വേണം. രാജ്യത്തിന്റെ പടയാളി. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ ഞാൻ ദൈവരാജ്യ പൗരനാണ്. ഹല്ലേലൂയ. റോഹോ ഷസിയ ലഫേറിയ ഖാറ്റസിയ. നിങ്ങളിലൂടെ ദൈവരാജ്യം ഈ ദേശത്ത് സ്ഥാപിക്കപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ സ്വപ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ ഗർജിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സ്പിരിച്വൽ ഫ്രീക്വൻസികളെ റിലീസ് ചെയ്യണം. ഇന്നു മുതൽ നിങ്ങൾ ഈ ദേശത്തിന്റെ ഒരാൾ പോലെ ഇവിടെ നിൽക്കണം. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വീട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശത്തിന് കാവൽക്കാരനായ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ ഫ്രീക്വൻസികൾ വെളിയിലേക്ക് ഒഴുകിയാൽ ഈ ദേശത്തിന് മാറ്റങ്ങൾ ചലിക്കാനായിട്ട് തുടങ്ങും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞേ. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസൊക്കെ എവിടെയെങ്കിലും പോയാൽ, ഒരു ദേശത്തിലേക്ക് പോയാൽ ആ ദേശത്തിലൊരു മാറ്റം സംഭവിക്കും. കൈയുയർത്തി പറഞ്ഞ്, എന്നിലൂടെ ഒരു ദേശത്തിൽ മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് ഒരു പാട്ട് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് റെഡിയാണ് എഴുന്നേറ്റ് ഒന്നൊരു പാട്ട് പാടാൻ? ഹല്ലേലൂയ. എന്നിലൂടെ, എൻ കൈയിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വീര്യത്തോടെ യേശു ചെയ്തിടുമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പാട്ടറിയാം? കൈ ഉയർത്തി ആമീൻ പറഞ്ഞേ. അമ്മച്ചിക്ക് പാട്ടറിയാമോ? കുഴപ്പമില്ല, അറിഞ്ഞൂടെങ്കിലും അമ്മച്ചി പാടും. ഹല്ലേലൂയ. നമുക്കതാണ് ആവശ്യം. ഹല്ലേലൂയ. അറിഞ്ഞൂടെങ്കിലും പാടിക്കോണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, വി വർഷിപ്പ് യു. ഹല്ലേലൂയ. ഇത് പാടുമ്പോൾ അത് വിശ്വസിക്കണം കേട്ടോ.
എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, എന്നിലൂടെ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും, ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും, അതിൽ പരിശുദ്ധാത്മാവും നിഴലിടുമ്പോൾ ലോകം കാണും പിന്നെ ലോകം പറയും. അതിൽ പരിശുദ്ധാത്മാവും നിഴലിടുമ്പോൾ ലോകം കാണും പിന്നെ ലോകം പറയും. ഇത് സൂപ്പർ നാച്ചുറൽ. In the name of Jesus, ഇത് സൂപ്പർ നാച്ചുറൽ. Receive the power, fire. Super natural fire. ഇത് സൂപ്പർ നാച്ചുറൽ. എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ. Receive the fire. ഓ വീര്യത്തോടെ യേശു ചെയ്തിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. 1 2 3 4 ഇത് സൂപ്പർ നാച്ചുറൽ, ഓഹോ ഇത് സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ. Come on, വീര്യത്തോടെ യേശു ചെയ്തിടുമേ. Take the fire. ലോകം കാണും പിന്നെ ലോകം പറയും. ഇത് സൂപ്പർ ഫയർ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. ചിലരുടെ മേൽ തീ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓഹോ ദൈവം തന്ന വാഗ്ദത്തം വിശ്വാസം, അതിൽ പരിശുദ്ധാത്മാവും നിഴലിടുമ്പോൾ ലോകം കാണും പിന്നെ ലോകം പറയും. അതിൽ പരിശുദ്ധാത്മാവും നിഴലിടുമ്പോൾ ലോകം ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ ഓഹോ ഇത് സൂപ്പർ നാച്ചുറൽ. എന്നോട്ടത്തിന്മേൽ വിവേചനവും വാക്കിൻ്റെ മേൽ അധികാരവും, നോട്ടത്തിന്മേൽ വിവേചനവും വാക്കിൻ്റെ മേൽ അധികാരവും, ശക്തിയോടെന്മേൽ ജ്വലിച്ചിടുമേ, അത് ലോകം കാണും പിന്നെ ലോകം പറയും. ശക്തി
തീയോടെന്മേൽ ജ്വലിച്ചിടുമേ. അത് ലോകം കാണും, പിന്നെ ലോകം പറയും ഇത് സൂപ്പർ നാച്ചുറൽ, 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 ഓഹോ ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. ഓഹോ ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും, ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും, അതിൽ പരിശുദ്ധാത്മാവും നിഴലിടുമ്പോ ലോകം കാണും, പിന്നെ ലോകം പറയും അതിൽ പരിശുദ്ധ ഇത് സൂപ്പർ ഇത് സൂപ്പർ യേശുവേ, ഇത് സൂപ്പർ. ഓ എന്നിലൂടെ എൻ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, എന്നിലൂടെ കയ്യിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ, വീര്യത്തോടെ യേശു ചെയ്തിടുമേ. ലോകം കാണും, പിന്നെ ലോകം പറയും വീര്യത്തോടെ യേശു ചെയ്തിടുമേ. അത് ലോകം കാണും, പിന്നെ ലോകം പറയും ഇത് സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ, ഇത് സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിടെ എന്തെങ്കിലും ഒരു ദൈവശക്തി അനുഭവിക്കാൻ കഴിഞ്ഞു? എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായോ? ഇപ്പം അനുഭവിക്കാൻ പറ്റിയോ? പറ്റണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ഓക്കെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിലരിലേക്ക് ദൈവശക്തി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പോലും അത് സെൻസ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചിലരുടെ അടുത്ത് ദൂതന്മാർ വരുന്നുണ്ട്, ചിലരുടെ മേൽ പോർട്ടൽസ് തുറക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു ജീസസ്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾക്കത് മിസ്സായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ശുശ്രൂഷ വരുമ്പോൾ വളരെ ശ്രദ്ധ ആത്മമണ്ഡലത്തിലേക്ക് കൊടുത്തിരിക്കണം. നിങ്ങൾ കളിയായിട്ട് നിന്നാൽ നിങ്ങൾക്കത് മിസ്സാകും. ഹല്ലേലൂയ. നിങ്ങൾ അശ്രദ്ധമായി നിന്നാൽ നിങ്ങൾക്കത് മിസ്സാകും. ചിലപ്പോൾ നിങ്ങൾ ചിലത് നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ അടുത്ത ആഴ്ചകളിൽ അത് നോക്കിക്കോണം, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാട്ട് പറയുന്ന പോലെ തന്നെ ഈ ദിവസങ്ങളിൽ ചിലത് നിങ്ങളുടെ കയ്യിലൂടെ നടക്കാൻ പോവാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളിലേക്ക് ചിലത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹല്ലേലൂയ. രോഗിയുടെ മേൽ നിങ്ങൾ കൈവച്ച് സൗഖ്യമാക്കുക. ആമേൻ. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ കണ്ടാൽ അവനിലേക്ക് നിനക്ക് ദൈവശക്തിയെ റിലീസ് ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ ചിലത് അത്തരത്തിൽ ചിലത് ഇപ്പോൾ ആക്ടിവേഷൻ ആയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ആ ദൈവശക്തി തുറന്നിട്ടുണ്ട്.
അത് നിങ്ങളെ പ്രകൃതിയാതീതമാക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ അത് എന്തോ ആക്കുന്നുണ്ട്? പ്രകൃതിയാതീതമാക്കി. സാധാരണക്കാരല്ല ഇനി നിങ്ങൾ, ദൈവരാജ്യ പൗരന്മാർ. നിങ്ങളിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ഒരു സ്പർശനം പോലും വേസ്റ്റ് ചെയ്ത് കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളിലേക്ക് ചില ശക്തികളെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ എന്തോ ആക്കി തീർക്കും? സൂപ്പർ നാച്ചുറൽ. ദൈവരാജ്യ പൗരൻ ആരാണ്? പ്രകൃത്യാതീതമായ വ്യക്തിയാണ്. ഹല്ലേലൂയ. തന്നെ പ്രകൃതിയിലുള്ള ഒന്നും തന്നെ നിയന്ത്രിക്കുന്നില്ല. ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ പ്രകൃതിയാതീതമാണ്. പറഞ്ഞേ, പ്രത്യേകമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ദൈവശക്തി, അതുമായി ബന്ധപ്പെട്ടൊരു ശക്തി വ്യാപരിച്ചു. കൈയ്യത് പറഞ്ഞ പ്രകൃതിയാതീതമായി ചിലത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അത്ഭുതം നടന്നു കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങൾ അത് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യണം. ഈ ആഴ്ച നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഭടനും പൗരനുമാണ്. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും പ്രകൃതിയാതീതമായ വ്യക്തിയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഒരു വെള്ളത്തിലെ ഏറ്റവും ചെറിയ മീൻ പോലും നീന്തത്തില്ലേ? സ്പീഡില്ലെന്നല്ലേ ഉള്ളൂ. തിമിംഗലത്തിന്റെ വലിയ മീനിന്റെ സ്പീഡില്ലെന്നല്ലേ ഉള്ളൂ. ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഏറ്റവും ചെറിയ മീൻ പോലും എന്ത് ചെയ്യും? നീന്തും. ദൈവരാജ്യത്തിൽ ചെറിയവനുണ്ട്, വലിയവനുമുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 5:19. Therefore, anyone who sets aside one of the least of these commandments, teaches others accordingly, will be called least in the kingdom of heaven. But whoever practices and teaches these commandments will be called great in the kingdom of heaven. മലയാളത്തിൽ വായിച്ചേ. വേണ്ട കുഴപ്പമില്ല, വായിച്ചു. 5:19. 5:19. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്നറിയപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരോ? നീ പാടി കഴിയുമ്പോൾ ഇത് അവിടെ പെട്ടെന്ന് കൊടുക്കണം. മൈക്ക് പെട്ടെന്ന് കൊടുക്ക്. ലേബ്ര ഹസോ റീമ ഹഷസിയ റീമ ലോ ക്രോഹോ ഷസി ബർറഹ. പാടി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും കൊടുത്തേക്കണം. ലോർഹോ സെംറി അറ്റെഫ്രെ ലിബ്രോ കോ ഷസിയ. നമ്മൾ എപ്പം പാടും എപ്പം വായിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഒന്നുകൂടെ വായിച്ചേ. 5:19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. ഓക്കെ. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവരാജ്യത്തിൽ വലിയവനുണ്ട്, ചെറിയവനും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏതാണേലും നിങ്ങൾ പ്രകൃതിയാതീതമാ. പറഞ്ഞ, ഞാൻ ദൈവരാജ്യ പൗരനാ. ഞാൻ ദൈവരാജ്യത്തിൽ, ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ദൈവരാജ്യത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ. ചിലരേക്ക് ദൈവശക്തി മൂവ് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ റിസീവ് എന്ന് പറഞ്ഞ പെട്ടെന്ന് 3, 2, 1 3, 2, 1 3, 2, 1 ടേക്ക് ഇറ്റ്. പറഞ്ഞ, ഞാൻ സ്വീകരിക്കുന്നു ദൈവശക്തിയെ. ഇപ്പോൾ തുറക്കുന്ന ആത്മാന്തരീക്ഷം സ്വീകരിക്കുന്നു. പറഞ്ഞ, ഇപ്പോൾ തുറക്കുന്ന ആത്മാന്തരീക്ഷത്തെ ഞാൻ സ്വീകരിക്കുന്നു. 3, 2, 1. ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ.
Jesus. Hallelujah. Thank you, Jesus. ദൈവരാജ്യത്തിൽ പൗരനാണ് നിങ്ങൾ. ചെറിയ ആളാണേലും വലിയ ആളാണേലും പൗരനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും വലിയ ആളും. പക്ഷെ നമ്മൾ പൗരന്മാരാ. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ്. ഇന്ത്യയിലുള്ള എല്ലാ ബേസിക് പ്രിവിലേജസും നിങ്ങൾക്കുണ്ട്. ഉണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് തരുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടത്തില്ലേ? കാരണം എന്താ? നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. ഏതോ ഒരു രാജ്യത്തില്, ഓസ്ട്രേലിയ ആണോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല, മുഴുവൻ പഠനവും ആ കുഞ്ഞുങ്ങളുടെ ഗവൺമെന്റ് വഹിക്കുകയാണ്. ഏത് രാജ്യം അത്? ഓസ്ട്രേലിയ ആണെന്ന് തോന്നുന്നു. ആ കുട്ടികളുടെ മുഴുവൻ പഠനവും വഹിക്കുന്നത് ഗവൺമെന്റാണ്. അതിനെന്ത് ചെയ്താൽ മതി? ആ രാജ്യത്തിന്റെ പൗരനായാൽ മതി. ആമീൻ പറ. ഇന്ന് ചിലരുടെ ജീവിതം തിരിയുന്നത് ഞാൻ കാണും. ഇന്ന് നിന്റെ ലൈഫ് തിരിയും. അടുത്തൊരു തിരിവിലേക്ക് നീ കടക്കാൻ പോവുക. ആമേൻ. അടുത്തൊരു ദൈവബന്ധത്തിലേക്ക് നീ കയറാൻ പോകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ല ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ടോ ദൈവരാജ്യത്തിൽ വളരാൻ? എന്തോ ആഗ്രഹമുള്ള? എന്തെങ്കിലും ഒരു ആഗ്രഹം പറ. ദൈവരാജ്യത്തിലെ പറ. പ്രത്യേകിച്ചൊന്നുമില്ലേ? ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പൊ ദൂതന്മാർ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. ദൂതന്മാരും ക്രീച്ചേഴ്സും ചില പവേഴ്സും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി. ഞാനപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. ആമേൻ. ദൈവരാജ്യത്തിലെ വ്യക്തികളാണ് നിങ്ങൾ. കയ്യുയർത്തി പറഞ്ഞ ദൈവരാജ്യ പൗരൻ. ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടുത്തതിലേക്ക് പോവുക. ദൈവരാജ്യ പൗരനും ദൈവരാജ്യത്തിന്റെ ഭടനുമാണ് നിങ്ങൾ. ലഹിയ റെമിന ഹൂസ റിമന കോഷസ് മെലിട്രോ മസാക്കി ലോഫ്രഹറ്റസ്. വിശ്വസിക്കുന്നവർ നല്ല ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യ പൗരനാണ്. ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ. അറിയാല്ലേ പാട്ട്? അറിയാം. പാടുവോ? മൈക്കില് പാടുവോ? പ്രാർത്ഥനയ്ക്ക് പാടും. വാ നോക്കട്ടെ, അറിയാമോ നോക്കട്ടെ. ഇനി ഞാനാണെങ്കിൽ എൻ്റെ വരികൾ മറന്നും പോയി. എന്നെ ഒന്ന് സഹായിക്കാമോ? ആ മൈക്കും കൊടുത്തേ. ഇനി വാ, കയറി വാ നോക്കട്ടെ, അറിയാമോ നോക്കട്ടെ. ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ, രാജ്യ പൗരന്മാർ. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ,
എഴുന്നേൽക്കട്ടെ, സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഇരുളേ നീ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. ഇരുളേ നീ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. വെളിച്ചത്തിൻ പുത്രന്മാർ തേജസ്സിൽ വെളിപ്പെടുന്നു. വെളിച്ചത്തിൻ പുത്രന്മാർ തേജസ്സിൽ വെളിപ്പെടുന്നു. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. ഈ ഏക ലക്ഷ്യവുമാ സൈന്യമിതാ എഴുന്നേൽക്കുന്നേ. ഈ ഏക ലക്ഷ്യവുമാ സൈന്യമിതാ എഴുന്നേൽക്കുന്നേ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ പൗരന്മാർ, ഓ ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. രോഗം തൊടുകയില്ല, മരണം ഇനി പിടിക്കുകയില്ല. രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല. പ്രത്യേക ജനത ഇത്, ഓ പ്രത്യേക ജനത ഇത്, രാജകീയ വർഗമിത്. ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ ഓ രമന ഹസിയ രമന ഹദിയ രമന ഹദിയ രമന ഹസിയ രമന ദേ. ദൈവരാജ്യ പൗര ലഹിയ രമന ദൈവരാജ്യ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ ലഹിയാരമേ. രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല. രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല. പ്രത്യേക ജനത ഇത്, രാജകീയ വർഗം. പ്രത്യേക എഴുന്നേൽക്കട്ടെ. I release the power. ദൂതർ ജീവികൾ പുതിയ പാട്ട് പാടുന്നു. ദൂതർ ദൂതർ സദാ ചുറ്റും നിൽക്കുന്നു. ജീവികൾ പുതിയ പാട്ട് പാടുന്നു. സ്വർഗീയ സന്തോഷമിത്, ഏതെന്റെ അനുഭവം ഇത്. സ്വർഗീയ
ഏതെന്റെ അനുഭവം ഇത്. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി നിങ്ങൾ എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം, ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം എഴുന്നേൽക്കട്ടെ, 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 എഴുന്നേൽക്കട്ടെ. ആ പാട്ടൊന്ന് പാടിക്കുക എൻ്റെ കൂടെ. താങ്ക് യു സുമി, താങ്ക് യു സോ മച്ച്. ഓ ദൈവരാജ്യ, എനിക്ക് പാടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഒരു ബേർഡൻ കയറി വരുന്നു. ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ഉറക്കെ ഉറക്കെ എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഓഹോ എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഓഹോ ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം, ഓ സ്ഥാപിക്കുവാൻ ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം, ഓ സ്ഥാപിക്കുവാൻ ഈ ഏക ലക്ഷ്യവുമാ സൈന്യമിതാ എഴുന്നേൽക്കുന്നേ. ഈ ഏക ലക്ഷ്യവുമാ അപ്പാ, അപ്പാ എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി യേശുവേ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ഓഹോ ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ. ഓഹോ രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല, ഞങ്ങളെ രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല. പ്രത്യേക ജനത ഇത്, രാജകീയ വർഗമിത്, പ്രത്യേക ജനത ഇത്, രാജകീയ വർഗമിത്. എഴുന്നേൽക്കട്ടെ, 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 ഓഹോ എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ. എഴുന്നേൽക്കല്ലോ, എഴുന്നേറ്റല്ലോ, കറക്റ്റ്, എഴുന്നേറ്റല്ലോ, സൈന്യമായി ഓഹോ എഴുന്നേറ്റല്ലോ, 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 സൈന്യമായി. ഇരുളെ എന്ന് പാടിക്കേ. ഇരുളേ നീ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. ഹേ ഇരുളേ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. ഓഹോ വെളിച്ചത്തിൻ ഓഹോ തേജസ്സിൽ വെളിപ്പെടുന്നു. വെളിച്ചത്തിൻ ഓ തേജസ്സിൽ ഒരമന ഹതിയറമന. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, ഇപ്പോൾ റിസീവ് ചെയ്താട്ടെ ആ പുതിയ ശക്തി, ആ പുതിയ ബലം. ഇപ്പോൾ നിങ്ങൾ റിസീവ് ചെയ്താട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഈ പുതിയ അഗ്നിയാൽ, ഈ പുതിയ ശക്തിയാൽ ദൈവം ഈ ദേശത്ത് നിന്നെ നിർത്താൻ പോകുകയാണ്. നിന്റെ തലമുറയെ നിർത്താൻ പോകുകയാണ്.
Oh Shazila Maragana Dhuramana Hazia Rabala Hashazia Beruga Lagadara Jada Ramana Gadura Manazia. In the name of Yeshua. Oh Ramala Hadira Manazia Ramana Gadara Mana Hazirana Yeshua. In the name of Jesus. തലമുറകളെ ദൈവത്തിന്റെ ആത്മാവ് മാനിച്ച് ഉയർത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. In the name of Jesus. ആ ശക്തിയെ ഞാൻ തുറന്നു വിടുകയാണ്. തലമുറയുടെ മേലുള്ള കെട്ടുകൾ പൊട്ടി. ഓ അവർ എഴുന്നേൽക്കട്ടെ. യേശുവാ Yeshua, 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 Yeshua. Oh, oh, oh. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇരുന്നാട്ടെ, ഒരു നിമിഷം കൂടി ഇരുന്നാട്ടെ. ഉറമല ഗദരമ റീമന ഹംശഗ റംഥന റംശഗെ ലിബറ ഹസ്തരേബ ലംഠ റോഗ നംശസേറ. എത്ര പേർക്ക് ദൈവശക്തി അനുഭവിക്കാൻ കഴിയുന്നു? ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പടയ്ക്കു പോകുന്ന ഒരു പോരാളിയെ പോലെ നിങ്ങൾ ഈ ദേശത്ത് നിൽക്കാൻ പോകുന്നു. ആമേൻ. പടയ്ക്കു പോകുന്ന പോരാളി താൻ വേറെ ആരെയും പ്രസാദിപ്പിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. നേരത്തെ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 2 തീമോഥെയോസ് 2:3. 2 തീമോഥെയോസ് 2:3. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായകയിൽ കിരീടം പ്രാപിക്കയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമ്മൾ വേറെ ആരെയും ഈ ഒരു യുദ്ധത്തിൽ നോക്കുന്നില്ല. ആമേൻ, ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു വലിയ ദൗത്യം ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ കൈമാറിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ അഗ്നിയെ നിങ്ങൾ ഇന്ന് സ്വീകരിക്കണം. ഇനി അതില്ലെന്ന് പറയരുത്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമല്ല, ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് നിങ്ങൾ എന്ന് വിരാമമിടുമോ, നിങ്ങളുടെ കാത്തിരിപ്പ് വിരാമത്തിൽ എത്തും. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ നിങ്ങളുടെ വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും പ്രവേശിക്കും. ഈ വിളിയും തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് മൈക്കും എടുത്ത് പ്രസംഗിക്കണമെന്നാണ്. അങ്ങനെയുള്ള നിർബന്ധങ്ങൾ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് ഒരു വിളിയുണ്ട്, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇരുളിൻ്റെ ശക്തികളെ തോൽപ്പിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രാമ ഹശസിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇരുളിൻ്റെ ശക്തികളെ തോൽപ്പിക്കുന്നവരായി മാറണം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓ റാമ ഷസിയ ലെഫ്രഹേനി ആൻറ്റോസ്. താങ്ക് യു ജീസസ്. നിങ്ങളെ തോൽപ്പിക്കാനാകത്തില്ല. ആമേൻ. നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും പിശാചിൻ്റെ സർവ്വ സൈന്യവും താഴെ വീഴുകയാണ്. ഹല്ലേലൂയ. അത് ഉറയ്ക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. അതിൽ ഉറയ്ക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. അതിൽ ഉറയ്ക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചില വഴിയും വാതിലുകളും
ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പുതുവഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിക്കേ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അത് തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. കൈ ഉയർത്തി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ ലൈഫിലേക്ക് ചില വാതിലുകളും വഴികളും ഇപ്പോൾ അൺലോക്ക് ആകുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. 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 ഓ റാമാശസിയ. അതുകൊണ്ട് ഈ ദേശത്തെ നിങ്ങൾ നിരന്തരം ദൈവസന്നിധിയിൽ വഹിക്കുക. ദൈവസന്നിധിയിൽ ഇതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആമേൻ. ഒരു വലിയ മാറ്റം ഈ ദേശത്തിൻ്റെ മേൽ ദൈവം അയച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. 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 നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ ലൈഫിലും ചെയ്യാനായിട്ട് പോവുകയാണ്. അത് വിശ്വസിക്കുന്ന റാമിയും പറഞ്ഞേ. വിശ്വസിക്കുന്ന റാമിയും പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ പടയാളിയുടെ ലെവലിലേക്ക് ദൈവം നമ്മളെ വളർത്തുകയാണ്. നമ്മൾ ആദ്യം പൗരനാണ്, ദൈവരാജ്യ പൗരനാണ്. രണ്ടാമത് ദൈവരാജ്യത്തിൻ്റെ പടയാളിയാണ്. ഇത് രണ്ടും നിങ്ങളിന്ന് വിശ്വസിക്കണം. ദൈവരാജ്യത്തിൻ്റെ പൗരനാണ്, ദൈവരാജ്യത്തിൻ്റെ പടയാളിയും കൂടെ ആകണം. അതിനാണ് നിങ്ങളെ ദൈവം ഗ്ലോറിയസ് ആർമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുളിൻ്റെ ശക്തികളെ നിങ്ങൾ കാൽ കീഴിൽ മെതിക്കണം. പാമ്പുകളെയും തേലുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കാൽ കീഴിൽ മെതിക്കണം. അതിനുള്ളൊരു വലിയ അധികാരത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കൈമാറാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് സ്റ്റെപ്പ് ചെയ്യും. ഹല്ലേലൂയ. സകല ഇരുളിൻ്റെ ശക്തികളെയും നിങ്ങൾ ഒന്ന് കാൽ കീഴിൽ ഒന്ന് മെതിക്കണം. ഹല്ലേലൂയ. ഈ ദേശത്തെ വാഴുന്ന ഇരുളാണ് നിങ്ങളുടെ വീടുകളെ പലപ്പോഴും വാണുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇവർ സേവിക്കുന്നത് ദൈവത്തെ അല്ല പലരും. ആമേൻ. ഇരുളിൻ്റെ ശക്തികളെയാണ്. പക്ഷെ അത് അവരറിയുന്നില്ല. ആ ഇരുളിൻ്റെ ശക്തികൾ അവരെ തന്നെ വാഴുന്നുണ്ട്. ആമേൻ. അവരെ മുടിക്കുവോളം തകർക്കുവോളം അവരെ മോഷ്ടിക്കാൻ വേണ്ടി ആ ഇരുളിൻ്റെ ശക്തികൾ നിൽക്കുകയാണ്. ആമേൻ. എന്നാൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഒരു ദേശത്ത് വെളിച്ചമായി നമ്മൾ എഴുന്നേറ്റാൽ ആ ഇരുളിൻ്റെ ശക്തി താഴെ വീണേ പറ്റത്തുള്ളൂ. ആമേൻ. ആമേൻ. ദൈവം മാത്രമല്ല എഴുന്നേൽക്കേണ്ടത്, ദൈവപുത്രന്മാരും കൂടെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഏത് കാര്യവും ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ദൈവം ഏത് കാര്യവും ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാനൊന്ന് എഴുന്നേൽക്കണം. ഞാൻ എൻ്റെ അധികാരത്തെ ഒന്ന് ഉപയോഗിക്കണം. ഹല്ലേലൂയ. അധികാരമുള്ളവരൊന്ന് ആമേൻ പറഞ്ഞേ. ദൈവരാജ്യ പൗരനാണോ? എന്നാൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. കൈ ഉയർത്തി പറഞ്ഞ് എനിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ അധികാരത്താൽ ഞാൻ ഇതിനെ വാഴുകയാണ്. എല്ലാ ഇരുളിൻ്റെ ശക്തികളെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ വാഴുകയാണ്, ഭരിക്കുകയാണ്. അത് നമ്മളെ ഭരിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ഭരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ ഭരിക്കുന്ന ഇരുളുണ്ട്, നിങ്ങൾക്ക് അതിനെ ഭരിക്കാം. ആമേൻ. പക്ഷെ നിങ്ങൾ അതിന് മുമ്പിൽ പതറുവല്ല, നിങ്ങൾ അതിനെ വാഴുക ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പിശാചിന്റെ ആയുധം ഭയമാണ്. ആമേൻ. നമ്മുടെ അകത്ത് ഭയം കയറിയാൽ പിശാച് ജയിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സിംഹം വലിപ്പം കൊണ്ടല്ല കാട്ടിലെ രാജാവായത്. സിംഹത്തെക്കാൾ വലിയത് ഒരുപാട് ജീവികളുണ്ട്. ആനയുണ്ട്, ഹൈറ്റുള്ള ജീവി ജിറാഫ് ഉണ്ട്. സിംഹത്തെക്കാൾ എത്രയോ വലിയവന്മാരാണ് അവന്മാരൊക്കെ. സിംഹമാണ് രാജാവായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിംഹത്തിന് ഭയമില്ല. ആനയുടെ വലിപ്പം കണ്ട് താൻ ഭയപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുതിരയുടെ ഓട്ടത്തിന്റെ സ്പീഡ് കണ്ട് താൻ ഭയപ്പെടുന്നില്ല, ജിറാഫിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടുന്നില്ല. അപ്പൊ ഭയമില്ലാത്ത തലമുറയാണ് ദൈവരാജ്യ പൗരന്മാർ. ഒരു രോഗവും നിങ്ങളുടെ മുൻപിൽ വലുതല്ല,
ചെറുത്, അങ്ങനെ പനിയും ക്യാൻസറും നിങ്ങൾക്ക് ഒരുപോലെ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ സൗഖ്യമാക്കുക. ഇന്നു മുതൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഈ ദേശത്ത് നിങ്ങൾ ആരെങ്കിലും രോഗിയായി കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ അവരുടെ മേൽ കൈവയ്ക്കുകയും അവർ സൗഖ്യമാകുകയും ചെയ്യും. മർക്കോസ് 16. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നിങ്ങൾ കാൽ കീഴിൽ മെതിക്കും. ഹാനികരം എന്ത് കുടിച്ചാലും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. ഹല്ലേലൂയ. പാമ്പുകളെ നിങ്ങൾ പിടിച്ചെടുക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പറഞ്ഞു, എനിക്ക് ഭയമില്ല, എൻ്റെ അകത്തെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. കൈയുർത്തി ആമീൻ പറഞ്ഞേ. എൻ്റെ അകത്തെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. നിങ്ങളുടെ പുറത്തെ രൂപമല്ല നിങ്ങളുടെ ആത്മമനുഷ്യന്റെ രൂപം. മോനെ, ക്യാമറ ഇങ്ങോട്ട് തിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഹല്ലേലൂയ. നിങ്ങളുടെ പുറത്തെ മനുഷ്യന്റെ രൂപമല്ല നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ രൂപം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഒരു സിംഹമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആരാണ്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഒരു സിംഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1:7. ഇതേ അധ്യായം 1:7. 2 തീമോഥെയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. ആമേൻ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പം നിങ്ങളിൽ വന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ അല്ല. ആമേൻ. നിങ്ങളുടെ പുറത്തുള്ള മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ആത്മമനുഷ്യൻ ഭയമില്ലാത്ത സിംഹമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമനുഷ്യനിൽ എന്തോ ഇല്ല? ഭയത്തിന്റെ ഒരു കണിക പോലും ആത്മമനുഷ്യനിലില്ല. ആ ആത്മമനുഷ്യനിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവം എഴുന്നേൽക്കുന്നു, തന്റെ ശത്രുക്കൾ ചിതറുന്നു. പക്ഷെ ഇതുപോലെ നമ്മളോടൊരു കാര്യം പറഞ്ഞ യെശയ്യാവ് 60 എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം ഒന്നിച്ചിരിക്കുന്നു. കണ്ടോ, ദൈവം മാത്രം എഴുന്നേറ്റാ പോരാ, ദൈവം നമ്മുടെ മേൽ തേജസ് പകർന്നിട്ട് നമ്മളോട് പറയുകയാണ് എഴുന്നേൽക്കുക. ശത്രു വരുമ്പോൾ ഓടാനല്ല പറഞ്ഞത്, ശത്രുവിനെ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് മുന്നോട്ട് കാലുകൾ വെക്കണം. ഹല്ലേലൂയ. ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പുറകോട്ടല്ല കാല് വെക്കേണ്ടത്, മുന്നോട്ട് കാല് വെക്കാം. മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്തിടുമ്പോൾ, മുൻപോട്ട് മുൻപോട്ട് കാലുകൾ വച്ചിടുമ്പോൾ, തളർന്നു പോകല്ലേ, പതറിപ്പോയിടല്ലേ, തളർന്നു പോകല്ലേ, പതറിപ്പോയിടല്ലേ. മുൻപോട്ട് മുൻപോട്ട് യാത്ര ചെയ്തിടുമ്പോൾ, മുൻപോട്ട് മുൻപോട്ട് കാലുകൾ വച്ചിടുമ്പോൾ, വിശ്വാസം കൈവിടല്ലേ, പ്രത്യാശ കുറയരുതേ. വിശ്വാസം കൈവിടല്ലേ, പ്രത്യാശ കുറയരുതേ. മുൻപോട്ട് മുൻപോട്ട് യാത്ര ചെയ്തിടുമ്പോൾ, മുൻപോട്ട് മുൻപോട്ട് കാലുകൾ വച്ചിടുമ്പോൾ, അത്ഭുതം മുൻപിലുണ്ട്, തളരാതെ പോയിടുകിൽ. അത്ഭുതം മുൻപിലുണ്ട്, തളരാതെ പോയിടുകിൽ. ഈ പാട്ട് അറിയാവുന്ന രാമീൻ പറഞ്ഞേ, അറിയാമോ? എവിടുന്ന്? അങ്ങനെ. ഇത് ഞാൻ എഴുതിയൊരു പാട്ടാണ്, എൻ്റെ ആദ്യത്തെ CD-യിലെ പാട്ടാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, ഞാൻ ഇതുവരെ ഇത് പാടിയിട്ടില്ല, എൻ്റെ വായിൽ കയറി വന്നു. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ.
മുൻപോട്ട് കാലുകൾ വെക്കണം. അവിടെ ശത്രു പുറകോട്ട് കാലുകൾ വെക്കും. ഗോലിയാത്ത് വന്നപ്പോൾ ശൗലും കൂട്ടരും എന്ത് ചെയ്തു? പുറകോട്ട് കാല് വെച്ചു. ഗോലിയാത്ത് അപ്പോഴത്തേക്കും അങ്ങ് മുന്നോട്ട് വരാൻ തുടങ്ങി. എന്നാൽ ദാവീദ് ചെയ്തത്, താൻ കാലുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ശത്രു നിലംപരിചായി. ഏകദേശം 40 ദിവസം ശൗലും കൂട്ടരും പുറകോട്ട് കാലുകൾ വെച്ച ചരിത്രമാണ് 1 ശമൂവേൽ 17. എടുത്താട്ടെ, 1 ശമൂവേൽ 17. അത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. 1 ശമൂവേൽ 17 അതിന്റെ 16 ഉറക്ക വായിച്ചാട്ടെ. ഫെലിസ്തീൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു. ഇശ്ശായി തന്റെ മതി. ഒന്നുകൂടെ വായിച്ചേ. ഫെലിസ്തീൻ ഉറക്ക വായിക്കേ, മൈക്ക് അടുത്ത് വെച്ച് വായിക്കേ. ഫെലിസ്തീൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ടാണ് ശത്രുവിന്റെ യാത്ര. നീ അപ്പോഴത്തേക്കും പുറകോട്ട് പോകുകയാ. ഇതാണ് തോൽവിയുടെ ഏറ്റവും വലിയ കാരണം. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ തെളിവ് 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവന്മാര് ചെയ്തോണ്ടിരുന്നേ? ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേല്യരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. 40 ദിവസമായിട്ട് ഹല്ലേലൂയ ഈ ശത്രു മുന്നോട്ടും കാല് വെക്കുകയാണ്. ശത്രു മുന്നോട്ട് കാല് വെക്കുകയാണ്. ആമേൻ. ഇസ്രായേൽ സൈന്യം പുറകോട്ട് കാല് വെക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശത്രു മുന്നോട്ട് കാല് വെക്കുന്നു, ഇസ്രായേൽ സൈന്യം പുറകോട്ട് കാല് വെക്കുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഇനി ഇതല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ മുന്നോട്ടും ശത്രു പുറകോട്ടും. ഓ റാമ സേ ആമേൻ. കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മുന്നോട്ട് കാല് വെക്കാൻ കൃപ നൽകണം. എനിക്ക് മുന്നോട്ട് കാലുകൾ വെക്കാൻ കൃപ നൽകണം. ഉറക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് മുന്നോട്ട് കാലുകൾ വെക്കാൻ എനിക്ക് ബലം നൽകണം. ഒരു കാര്യം പറയാം, മുന്നോട്ട് നിങ്ങൾ കാല് വെച്ചാൽ അവൻ തോറ്റു. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവത്തിന്റെ സൈന്യമാണ്, പക്ഷെ ദൈവം ഇറങ്ങി അവരെ വിടുവിച്ചില്ല. ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു രാജാവിനെ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ രാജാവ് കാലുകൾ മുന്നോട്ട് വെക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. മനസ്സിലായില്ല? നമ്മുടെ തലയിൽ ഇപ്പോഴും ഇരിക്കുന്ന ദൈവം കാലുകൾ വെച്ച് എന്നെ എന്താ വന്ന് വിടുവിക്കാത്തത്? കാരണം ദൈവം നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കിയത് കൊണ്ട് നീ ഭൂമിയിൽ കാലുകൾ വിശ്വാസത്തിൽ മുന്നോട്ട് വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നടക്കണമെങ്കിൽ നിന്റെ ആത്മാവിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. ആമേൻ. നിന്റെ ആത്മാവിൽ നീ ആ ശത്രുവിനെ നോക്കണം. അപ്പോൾ നിനക്ക് മനസ്സിലാകും. സിംഹം ആനയെ നോക്കുന്ന പോലെ. സിംഹം ആനയെ എന്തുമായിട്ടാണ് നോക്കുന്നറിയോ? തൻ്റെ ഭക്ഷണമായിട്ടാണ് നോക്കുന്നത്. അവന്റെ വലിപ്പം സിംഹത്തിന്റെ കണ്ണി പെടത്തില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. സിംഹം ആനയെ നോക്കുമ്പോൾ തൻ്റെ ഡിന്നറാണ്, തൻ്റെ ഉച്ചഭക്ഷണത്തെയാണ് സിംഹം കാണുന്നത്. അല്ല ആന എന്നല്ല, എൻ്റെ ഉച്ചഭക്ഷണം നിൽക്കുന്നു. അവിടെ കാലിനിട്ടൊരു കടി, അപ്പോഴത്തേക്കും സിംഹം ആനയുടെ കാലൊടിഞ്ഞു. തുമ്പിക്കേക്ക് ഇട്ടൊരടി, അപ്പോഴത്തേക്ക് ആന വീഴും. നീ സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ. ഹല്ലേലൂയ. പിശാചു വരുന്നത് വലിയ വരവേ വരത്തുള്ളൂ, അലറുന്ന എന്ന പോലെ. പക്ഷെ നീ ആരാ? സിംഹം. അവൻ പോലെ, പക്ഷെ നീയാണ് റിയൽ. നിന്റെ ആത്മമനുഷ്യൻ റിയലി എക്സ്റേ എടുത്താൽ സിംഹമാണ്. പക്ഷെ പിശാചു വരുന്നത് സിംഹത്തെ പോലെയാണ്. അവൻ ചെറിയ വരവൊന്നും എന്ത് ചെയ്യത്തില്ല. ചെറിയ വരവ് വരുവോ? കണ്ടാൽ ഭയപ്പെടും.
നമ്മുടെ അകത്ത് ഭയം സൃഷ്ടിക്കും. അല്ലേ? ഇസ്രായേൽ മക്കൾ ഒറ്റ നോക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ എന്തുവാ മാനുഷിക കണ്ണി കണ്ടത്? മല്ലന്മാർ. പിശാചിന്റെ എല്ലാ സംഭവങ്ങളും കണ്ട നമുക്ക് വലിയ അനാക്യ മല്ലന്മാരെ പോലെ തോന്നും. പക്ഷെ രണ്ടുപേര് ആത്മകണ്ണിൽ അതിനെ നോക്കിയപ്പോൾ അയ്യേ അതൊന്നുമില്ലടാ, നമുക്ക് ജയിക്കാം. യോശുവയും കാലേബും പറഞ്ഞു അതൊന്നുമല്ല. കൈ ഉയർത്തി പറഞ്ഞു ഞാൻ ആത്മകണ്ണിൽ നോക്കുന്നവനാണ്. ആത്മകണ്ണിൽ നിന്റെ രോഗത്തെ നോക്കണം, ആത്മകണ്ണിൽ നിന്റെ വിഷയത്തെ നോക്കണം, ആത്മകണ്ണിൽ ശത്രുവിനെ നോക്കണം, ആത്മകണ്ണിൽ സകലതിനെ നീ നോക്കുക. ആമീൻ പറ. കയ്യുയർത്തി പറഞ്ഞ് ഞാൻ ആത്മകണ്ണിൽ നോക്കാൻ പോകുകയാണ്. ഇനി ഞാൻ എൻ്റെ ഭൗമകണ്ണിൽ നോക്കിയില്ല. ഹല്ലേലൂയ. വിശ്വാസ കണ്ണിൽ നോക്കിയാണ്. വിശ്വാസ കണ്ണെന്ന് പറഞ്ഞാൽ ആത്മകണ്ണെന്നാണ് അർത്ഥം. ആ കണ്ണി നോക്കിയാൽ ആമേൻ. ഓക്കെ, നമുക്ക് 1 ശമൂവേലിൽ തന്നെ നിൽക്കാം. അതിൻ്റെ 17-ാം അധ്യായം തന്നെയാണ്. ഹല്ലേലൂയ. ഓ റമസതയരെ ബെലി ഓ റമഹസിയ റോഹോ ലമസകേരെ ബലഹോഷസിയ റിഹ. അതിൻ്റെ 45 ഒന്ന് വായിച്ചേ. പിന്നെ ഫെലിസ്ത്യൻ ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ആമേൻ. ഇനി 48 കൂടെ വായിച്ചു. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ആമേൻ. ദാവീദ് പേടിച്ചോടിയെന്നല്ല, ദാവീദ് യുദ്ധത്തിനായി അടുത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു അറ്റാക്ക് നേരിടുമ്പോൾ ഓടിക്കളയരുത്. നിങ്ങളുടെ അകത്തുള്ള ശക്തി കൊണ്ട് നിങ്ങളതിനെ നേരിടാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് ദൈവത്തോട് അലറി വിളിക്കുവല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ നീ അതിനെതിരെ ഇടണമെന്നാ. എൻ്റെ ഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെതിരെ വരുന്നെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സമയം കർത്താവേ എന്ന് പറഞ്ഞ അലറണ്ട. കർത്താവിൻ്റെ നാമം നിനക്ക് തന്നിട്ടുണ്ട്. ഇവിടെ യേശുവിൻ്റെ നാമമില്ല പഴയ നിയമത്തിൽ, പക്ഷെ ഇവനെ കുറിച്ച് എഴുതിയിരിക്കുക. ഒന്നുകൂടെ വായിച്ച 45. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അപ്പം ദൈവം കൊടുക്കുന്നത് ശക്തിയും ദൈവത്തിന്റെ നാമവും നമ്മളിൽ പകർന്നിട്ട് നമ്മളോടാണ് അതിനെ എതിരിടാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ തലയിലുള്ളത് ദൈവം ഇറങ്ങി അതിനെ നേരിടണം. അവിടെയാണ് നമ്മൾ തോറ്റോണ്ടിരിക്കുന്നത്. ദൈവമേ എന്ന് പറഞ്ഞ അലറാൻ ദൈവം ആണ് നമ്മുടെ ആഗ്രഹം. ദൈവം ഇറങ്ങി നമ്മളെ വിടുവിക്കണം. പക്ഷെ ദൈവം സ്വപ്നം കാണുന്നത് എൻ്റെ നാമത്തിൽ എൻ്റെ പുത്രന്മാർ പോകണം. യേശു അതാ പറഞ്ഞത്, ഞാൻ പോകുന്നു, പക്ഷെ എൻ്റെ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എൻ്റെ നാമം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ആ നാമത്താൽ ജയിക്കാൻ പറ്റും. പറഞ്ഞ് യേശുവിൻ്റെ നാമത്താൽ ജയിക്കാൻ പറ്റും. അതിന് ഭയമില്ലാതെ കാല് മുന്നോട്ട് വെച്ച് ഈ ശത്രുവിൻ്റെ മുഖത്ത് നോക്കി നിൽക്കണം. ഒരു രോഗം വന്നാൽ പതറരുത്. ചില ബുദ്ധിമുട്ടുകൾ എതിരെ വന്നാൽ നിന്റെ അധികാരം ഏറ്റെടുക്കാൻ സമയമായി. ഹല്ലേലൂയ. കടബാധ്യത എതിരെ വന്നാൽ പറയണം, ഞാൻ ദൈവരാജ്യ പൗരൻ. ഹല്ലേലൂയ. നിങ്ങൾ പെട്ടെന്ന് പതറരുത്, ഭയപ്പെടരുത്. നിങ്ങൾ ശൗലല്ല, നിങ്ങൾ ദാവീദാണ്. ആമേൻ. പക്ഷെ പ്രാർത്ഥന ജീവിതമുണ്ടെങ്കിലേ ദുർദിവസം വരുമ്പോൾ എതിർക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തെ എതിർക്കാൻ പറ്റുമോ? ഒളിമ്പിക്സിൽ പോകുന്നവൻ തലേദിവസമാണോ ഒരുക്കം തുടങ്ങിയത്? അല്ല, അവൻ ഒരുക്കം 10 വർഷം മുമ്പേ തുടങ്ങി.
അവൻ ജനിച്ചപ്പം മുതലേ ഒളിമ്പിക്സിൽ പോകാൻ വേണ്ടി ഒരുങ്ങുക. ദുർദിവസം വരുമ്പോൾ, എല്ലാവർക്കും ദുർദിവസമുണ്ട്, ചില ദുർദിവസങ്ങൾ എതിരെ വരും. ആ ദിവസങ്ങൾ വരുമ്പോൾ എതിർത്ത് നിൽക്കേണ്ടതിന് അവൻ്റെ അമിതബലം ധരിക്കണം. അത് ധരിക്കാതെ നമുക്ക് പെട്ടെന്ന് അതിനെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഇതുപോലത്തെ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്ലോറിയസ് ആർമിയുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇന്ന് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങളത് ചിലത് കേട്ട് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ നാളുകളിൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെളിപ്പെടാൻ പോകുകയാണ്. ഈ കീബോർഡ് ഞാൻ ആദ്യം പഠിക്കുമ്പോൾ എൻ്റെ കൈ ഇതിൽ വഴങ്ങത്തില്ല. ആദ്യത്തെ വർഷം, 2ാമത്തെ വർഷം വഴങ്ങത്തില്ല. പക്ഷേ ഇപ്പോൾ ഈസി ആയിട്ട് ഏത് കോഡും വായിക്കാൻ പറ്റും. ചില കോഡ് ഇങ്ങനെ ഉണ്ട്, ചില കോഡ് ഇങ്ങനെ ഉണ്ട്. നമ്മുടെ കൈ വഴങ്ങത്തില്ല. ആമേൻ. ഞാനൊരു കാര്യം പറയാം, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഫുട്ബോൾ തട്ടുന്ന പോലെ പിശാചിനെ തട്ടുന്നവരാകും. പക്ഷേ അതിനൊരു കാര്യം നിങ്ങൾ ചെയ്യണം, അല്പാൽപമായി മുന്നോട്ട് നടക്കാൻ പഠിക്കണം. ശത്രു വരുമ്പോൾ അല്പാൽപമായി നീ മുന്നോട്ട് യേശുവിന്റെ നാമത്തിൽ അധികാരം എടുത്ത് തുടങ്ങുമ്പോൾ നാളുകളിൽ നീ ഫുട്ബോൾ തട്ടുന്ന പോലെ ഈ പ്രതിസന്ധിയെ തട്ടാൻ പോകുകയാ. ഇന്ന് മല്ലൻ എന്ന് പറയുന്നത് നാളെ നിനക്ക് ഫുട്ബോൾ പോലായി മാറും. ഹല്ലേലൂയ. പതുക്കെ കാലുകൾ മുന്നോട്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ. അപ്പൊ അകത്തെ മനുഷ്യനെ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കി. അകത്തെ മനുഷ്യനിലൊന്ന് നിങ്ങളുടെ വിഷയത്തെ ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കി. അകത്തെ മനുഷ്യനിലൊന്ന് നോക്കിയേ. കൈ ഉയർത്തി പറ, അകത്തെ മനുഷ്യനിൽ എൻ്റെ വിഷയത്തെ ഞാനൊന്ന് നോക്കുകയാണ്. ഒന്ന് നോക്കിയേ. അയ്യോ, ഒന്നുമല്ല. അങ്ങനെ കാണാൻ പറ്റും. ഒന്ന് അകത്തൂടെ നോക്കിയേ. പുറത്തൂടെ നോക്കുമ്പോൾ അയ്യോ, മകളുടെ വിഷയം വലുതാണ്, രോഗം വലുതാണ്, വിഷയം വലുതാണ്, കടബാധ്യത വലുതാണ്. പക്ഷെങ്കിൽ അകത്തൂടെ നോക്കിയാലോ, അതിനെ എതിരിട്ട് നിൽക്കുന്ന, അതിനെ പവർ ചെയ്യുന്ന ഇരുളിന്റെ ശക്തി വളരെ ചെറുതാണ് നിന്റെ മുൻപിൽ. അല്ലേ? അനാക്യമല്ലനാണോ വിഷയം? പാസ്റ്ററെ, ഒരു വലിയ പ്രശ്നമുണ്ട്. ഏത് വലിയ പ്രശ്നം? നിന്റെ ആത്മമനുഷ്യന്റെ മുൻപിൽ. അപ്പൊ നീ ആരായി? നീ ജഡമനുഷ്യനെ നിന്നിട്ട് പറയുക വലിയ പ്രശ്നമുണ്ട്. ഈ ജഡമെന്ന് പറഞ്ഞാൽ പാപമെന്ന് മാത്രമല്ല, പുറത്തെ മനുഷ്യനെ നിൽക്കുകയാണ്. ദൈവം പകർന്ന ആത്മമനുഷ്യനിലോട്ട് സ്വിച്ച് ചെയ്യാതെ നാച്ചുറലായി നിൽക്കുന്നെന്ന് നീ പറയുന്ന എല്ലാ പറച്ചിലും ജഡീകമാണ്. ബീഡിയും സിഗരറ്റും വലിക്കുന്നത് മാത്രമല്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള് 12 പേരെ ഒറ്റ നോക്കാൻ വിട്ടു. അവര് സത്യമല്ലേ 10 പേര് പറഞ്ഞേ? വാസ്തവത്തിൽ അയ്യോ, അത് അനാക്യമല്ലന്മാർ, അവർ അജാന ബാഹുക്കളാണ്. സത്യമാ പറഞ്ഞേ. അതിൻ്റെ പേരിലാണ് അവർ നശിച്ചു പോയത്. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ നീ ഈ കണ്ണിന് കാണുന്നത് പറയുന്നത് പാപം മുഴുവൻ. ആ പറഞ്ഞ അണ്ണന്മാര് മുഴുവൻ നശിച്ചുപോയി. ഇത് പറ്റത്തില്ല, അവർ അജാനുബാഹുക്കളാണ്, ശത്രു വലുതാണ്. കറക്റ്റ് റിപ്പോർട്ടാണ്. നാച്ചുറൽ കണ്ണി നോക്കിയാൽ അവരുടെ ഉയരവും പൊക്കവും അനാക്കൈറ്റ്സ് ആണ്. അവര് അനാക്യമല്ലന്മാരെന്ന് പറഞ്ഞാൽ ഇവരെക്കാളും എത്രയോ അടി വലിയവരാണ്. യുദ്ധത്തിന് പോകുമ്പം ഏകദേശം ഇപ്പൊ അമേരിക്കയും ചെറിയൊരു രാജ്യവും കൂടെ യുദ്ധം ചെയ്ത് ആര് ജയിക്കും? അമേരിക്ക ജയിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതുകൊണ്ട് അവര് പറഞ്ഞു, കർത്താവേ ഇത് നടക്കൂല, ഞങ്ങൾ ഒറ്റ നോക്കാനാ പോയത്. ഒറ്റ നോക്കാൻ വിട്ടത് തിരിച്ചു വന്ന് കള്ളം പറയാനാണോ? അല്ല, ഞങ്ങളുള്ള സത്യം പറയാം, ഇത് പണി പാളും. ഇത്രയല്ലേ അവര് പറഞ്ഞുള്ളൂ. അതിൻ്റെ പേരിൽ അവർ നശിച്ചു പോയത്. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൽ കാണുന്നത് പറയുന്നതും പാപം.
നമ്മുടെ കണ്ണിൽ എന്തുവാ പാപം? ബീഡി വലിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, അല്ലെങ്കിൽ കള്ളം പറയുന്നത്. അത് മാത്രമല്ല പാപം. നിങ്ങളുടെ പുറത്തെ ആത്മ ഇന്ദ്രിയങ്ങളാൽ അല്ലാതെ പുറത്തെ ഇന്ദ്രിയങ്ങളാൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ദൈവത്തെ ചോദ്യം ചെയ്യലാണ്. ഇച്ചിരൂടെ കയറി പറയും. മരുഭൂമി മുഴുവൻ, മരുഭൂമി കൂടെ ഇസ്രായേൽ മക്കള് നടക്കുക. ഇടയ്ക്കൊന്ന് ചോദിച്ചു പോയി, കർത്താവേ ഞങ്ങളെ വിളിച്ചിറക്കിയിട്ട് ഇവിടിട്ട് കൊല്ലാനാണോ? സത്യമായിട്ടും ഉള്ള സത്യമല്ലേ അവർ ചോദിച്ചത്. ആ ചോദ്യം കാരണം അവർ നശിച്ചു പോയത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, മരുഭൂമി, ഇവിടെ ഇത്രയും ചെടിയെങ്കിലും ഉണ്ട്, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി. കുറച്ച് ദിവസം, കുറച്ച് ഇടയ്ക്കൊക്കെ ഒരു ഫുഡ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡും ഇല്ല, വെള്ളവും ഇല്ല. കർത്താവേ ഞങ്ങളെ ഇവിടിട്ട് കൊല്ലാനാണോ? ഉള്ള സത്യമല്ലേ അവർ ചോദിച്ചേ. ആ ചോദിക്കലിന്റെ പേരാണ് പാപം. കാരണം അവർ ആത്മമനുഷ്യനിലല്ല കാര്യങ്ങളെ കണ്ടത്, അവർ പുറത്തെ മനുഷ്യനിൽ ജീവിക്കുന്ന ജഡീകന്മാർ. മനസ്സിലായോ? പാപം എന്ന് പറയുന്നത്, ജഡീകത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല. ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തിൽ അസാധാരണക്കാരാണ്. നിങ്ങൾ കോടീശ്വരന്മാരാണ്. നിങ്ങൾക്കെല്ലാം ഉണ്ട്. ആമേൻ. അപ്പം നിങ്ങൾ അകത്തെ മനുഷ്യനിലുള്ളത് പറയണം. ദൈവം ആത്മാവിൽ നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ കാണണം. നിങ്ങളെ ദൈവം എങ്ങനെ കാണുന്നതെന്നറിയാമോ? ആത്മീക മല്ലന്മാരായിട്ട് കാണുക. ദൈവം കാണുന്നത് പോലെ നിനക്ക് നിന്നെ കാണാൻ കഴിയണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അത് പാപം. ദൈവം കാണുന്നത് പോലെ നമുക്ക് നമ്മളെ കാണാൻ കഴിയണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അത് പാപം. ദൈവരാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കിയതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ അത് പാപം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യ പൗരന്മാരാണ്. ഹല്ലേലൂയ. നിങ്ങൾ സകലത്തെയും ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരുളിനെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രു വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതിസന്ധിയിൽ പുറകോട്ട് ഓടത്തില്ല. ഈ ദേശത്തിൻ്റെ ഇരുളിനെ നിങ്ങൾ വാഴും. വാഴുവോ? ഈ ദേശത്തിൻ്റെ ഇരുളിനെ വാഴുമോ? ഹല്ലേലൂയ. കൈയുയർത്തി പറഞ്ഞ്, ഞാൻ വാഴും. ഈ ദേശത്തിൽ നിങ്ങളെ ആരാക്കിയിരിക്കുന്നു അറിയാവോ? ആ ദൈവത്തിൻ്റെ രാജാവായിട്ട് ദൈവം നിങ്ങളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ രാജാവായിട്ട് ദൈവം ഇവിടെ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നടപടികളെ ഭൂമിയിൽ സ്ഥാപിക്കണം. ഹല്ലേലൂയ. അതിനായി ഒരു ദാവീദായി ദൈവം നിങ്ങളെ അപ്പോയിന്റ്. അപ്പൊ നിങ്ങൾ കിടന്ന് അലറല്ലേ, ദൈവമേ ഇറങ്ങി വരാൻ. ദൈവമാ നിങ്ങളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. പറഞ്ഞ ബാലരാമപുരത്ത് ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തതാ. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുക, ദൈവമേ ഇറങ്ങി വാ. ഹല്ലേലൂയ. അങ്ങനെയല്ല, ഇവിടെ ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു. ഇനി നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കണ്ട. ദൈവം നിങ്ങൾക്ക് ഒരു നാമം തന്നു, ശക്തി തന്നു. അതിനാൽ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന റാമീം പറ. വിശ്വസിക്കുന്ന റാമീം പറ. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങൾ ഞാൻ അതിനായി സമർപ്പിക്കുന്നു. ഇപ്പൊ 2 പദങ്ങൾ ഞാൻ പറഞ്ഞു. 1, നിങ്ങൾ ദൈവരാജ്യ പൗരൻ. 2, നിങ്ങൾ ദൈവരാജ്യ ഭടൻ. പറഞ്ഞ, ഞാൻ ദൈവരാജ്യ പൗരനാണ്, ദൈവരാജ്യ ഭടനുമാണ്. ഹല്ലേലൂയ. പൗരനായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം സപ്ലൈ കിട്ടും. ഭടനായതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തെ സ്ഥാപിക്കും. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിന്റെ യുദ്ധങ്ങൾ ദാവീദ് ദൈവത്തിന്റെ യുദ്ധങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്.
ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുന്ന ഭടനാണ്. ഈ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഭടനായാൽ എന്താണ് ഗുണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് മുമ്പ് തന്നെ ദാവീദിൻ്റെ കൊട്ടാരം ദൈവം പണിഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. 2 ശമൂവേൽ 7:1 വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദൈവമേ, എൻ്റെ കൊട്ടാരം റെഡിയായി, പക്ഷെ നിന്റെ പെട്ടകം ഇപ്പോഴും ആലയത്തിലായിട്ടില്ല. ആലയം പണി എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒന്ന് വായിച്ചേ. 2 ശമൂവേൽ 7:1. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു. മതി. അപ്പൊ ദൈവത്തിന്റെ കാര്യം നോക്കുന്നതിന് മുൻപ് തന്നെ ദൈവം തന്റെ രാജാവിന്റെ കാര്യം നോക്കി. ആരാണ് ദാവീദ്? ദൈവത്തിന്റെ യുദ്ധങ്ങൾ ചെയ്യുന്നവൻ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നവൻ, ശൗലിനെ പോലെ പുറകോട്ടോടുന്നവനല്ല. അപ്പോ ദൈവം തൻ്റെ ആലയം പണിയുന്നതിന് മുൻപ് തന്നെ ആരുടെ കാര്യം നോക്കി? ദാവീദിന്റെ കാര്യം നോക്കി. നീ ദൈവരാജ്യം നോക്കിയാൽ നിന്റെ കാര്യം ദൈവം നോക്കും. ഓ വിശ്വസിക്കുന്നവർ മാത്രം ഒരാമയും പറഞ്ഞേ. ഇന്നു മുതൽ ബാലരാമപുരത്ത് ദൈവരാജ്യം വർദ്ധിക്കാനായി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പറയുന്ന ഒരു ആമയും പറഞ്ഞേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധിച്ചേ, എന്നെ നോക്കിയേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരു മെയിൻ പ്രാർത്ഥന, ഇവിടെ ദൈവരാജ്യം വരണം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയവരൊരു ആമയും പറഞ്ഞു. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ രാജ്യം ഇവിടെ വരണം. നിങ്ങളാണ് ഈ ദേശത്തിൻ്റെ ഭടൻ. ദൈവരാജ്യത്തിൻ്റെ പൗരനുമാണ്, ദൈവരാജ്യത്തിൻ്റെ ഭടനുമാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ റോർ ചെയ്യുകയാണ്, നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുകയാണ്. ദൈവരാജ്യം ഇവിടെ വരട്ടെ. യേശുവിൻ്റെ പ്രാർത്ഥന എന്തുവായിരുന്നു? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എനിക്കിന്ന് കഞ്ഞിക്കുള്ള വക തരണമേ. ആണോ? ഇന്ന് ഞാൻ പട്ടിണിയാണ്, എനിക്ക് പൈസയൊന്നും ഇല്ല, എന്നെ നടത്തണമേ എന്നാണോ പ്രാർത്ഥിച്ചത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് എനിക്കുള്ള ആഹാരം തരണേന്ന്. നിങ്ങൾ ആദ്യം എന്തോ പറയുന്നേ? ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം പറയണം, നമ്മൾ ഈ മറ്റുള്ളവർ ഈ പ്രാർത്ഥന ആചാരമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമ്മളിത് മാറ്റിയത് അല്ലേ? പക്ഷേ ഇതാണ് പ്രാർത്ഥന. സത്യം പറഞ്ഞ് അതിനെ അവർക്കത് മനസ്സിലായിട്ടില്ല. അവർക്ക് രാജ്യം എന്തുവാ ഒരു ചുക്ക് അവർക്ക് മനസ്സിലാകാതെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ വീട്ടുകാരെല്ലാം മർത്തോമക്കാരാണ്. അപ്പം അവർ നിന്റെ രാജ്യം നിന്റെ ഇഷ്ട സ്വർഗ്ഗത്തിൽ ഭൂമിയിലാകണം ഞാൻ ഇതുകൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങൾ ശരിക്കും അത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആചാരമായിട്ടല്ല, ശരിക്കും. കാരണം ആ വാക്ക് നീ പറഞ്ഞാൽ നിന്നെ ദൈവം നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ ആളാണ്. എൻ്റെ കാര്യം നടക്കുന്നതിന് മുൻപ് തന്നെ ഇവൻ്റെ കാര്യം നടത്താനായി ദൂതന്മാരെ റിലീസ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കാര്യം നടത്തിയെടുക്കാൻ ചില ദൂതന്മാരെ ദൈവം എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നല്ലൊരു ആമീൻ പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്ക് ഈ വചനങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് ഓർക്കുക. ഇന്നു മുതൽ ഞാനത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിന്റെ രാജ്യം വരണമേ. നിങ്ങളുടെ പ്രേയറിൽ ഇത് ഉൾപ്പെടുത്തണം. ഇന്നു മുതൽ ഉൾപ്പെടുത്തുവോ? ഈച്ചയൊക്കെ വീഴുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ. പ്രാർത്ഥിച്ചേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കും. അമ്മച്ചി പ്രാർത്ഥിക്കും.
മതി. ഓക്കെ, വെരി ഗുഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചിക്ക് ആ മൈക്ക് ഒന്ന് കൊടുത്തേ. ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ആ ഒറ്റ വാക്ക് പറ. എടാ ക്യാമറ അങ്ങോട്ട് തിരി. നിക്ക് 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 ഒരു അമ്മച്ചി നിക്ക് നിക്ക് നിക്ക്. ആ പ്രാർത്ഥിച്ചു. ആ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ആ മതി, അത്രയും മതി. ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അതിന് ഭൂമി എന്നുള്ളതിന് ബാലരാമപുരം എന്നാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ദേശം എന്നാക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ പ്രദേശം, അതിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളത് ഇന്നോട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം ദൈവം ഡീൽ ചെയ്യും. ഹല്ലേലൂയ. കാരണം ദൈവരാജ്യം ഇവിടെ വരുന്നതാണ് പരിഹാരം. കൈയുയർത്തി പറഞ്ഞ ദൈവരാജ്യ പൗരൻ. നിങ്ങൾ ആ വലയത്തിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എവിടാണ്? അദൃശ്യ മണ്ഡലത്തിൽ നിങ്ങൾ എവിടാണ്? ദൈവരാജ്യത്തിൽ. എഫെസ്യ ലേഖനം 1 എന്തോ എഴുതിയിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കും. സ്വർഗസ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ. നിങ്ങളുടെ ചുറ്റും ഒരു റൗണ്ട് പോലെ ഉണ്ടെന്ന് ചിന്തിച്ച്. ഒരു രാജ്യമുണ്ട്. നിങ്ങളുടെ ആത്മമനുഷ്യൻ അത് കാണാൻ കഴിയും, ഭൗമ മനുഷ്യൻ അത് കാണാൻ സാധിക്കത്തില്ല. ആ രാജ്യത്തിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നൽകപ്പെടും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞേ, ദൈവരാജ്യത്തിൻ്റെ പൗരൻ, ദൈവരാജ്യത്തിൻ്റെ ഭടൻ. എഴുന്നേറ്റ് നിൽക്കാം. മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥനകൾ ഞാൻ ചെയ്യണമെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദി യേശുവേ, നന്ദി യേശുവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. കൂടി വന്ന ഈ സമയം വരെയും ഹല്ലേലൂയ മുതൽ ഇതുവരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കൂടി വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷിച്ച ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങളെ പ്രസ്താവിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, അതിൻ്റെ ആഴങ്ങളെ പ്രസ്താവിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവരാജ്യ പൗരന്മാരെക്കുറിച്ച്, ഹല്ലേലൂയ, ദൈവരാജ്യ ഭടന്മാരെക്കുറിച്ച് ഹല്ലേലൂയ ഞങ്ങൾക്ക് ബോധ്യമായിട്ട് സംസാരിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ദൈവദാസനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ദൈവരാജ്യ പൗരന്മാരായിട്ട് ജീവിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ഭടന്മാരായിട്ട് ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങളെ നോക്കി അത് ഏറ്റവും ചെറുതെന്ന് കാണുവാനും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ചുവടുകൾ വെച്ചതുപോലെ മല്ലനെതിരെ ചുവടുകൾ വെച്ച പോലെ ഞങ്ങൾക്ക് ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ വിഷയത്തിന് നേരെ ചുവടുകൾ വെച്ച് അതിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥന, ദൈവരാജ്യം ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ, ദൈവരാജ്യം ഞങ്ങളുടെ മധ്യത്തിൽ വരണമേ, ദൈവരാജ്യം ഞങ്ങളുടെ ദേശത്തിൽ പട്ടണത്തിൽ ഹല്ലേലൂയ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ. അതൊക്കെയും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശു കർത്താവ് അത്ഭുത മന്ത്രി, വീരനാന്തിയും നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭുവാകിയാൽ സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രോഗികളെ കാണുമ്പോൾ അവരുടെ ദേഹത്ത് കൈവച്ച് അവരെ സൗഖ്യമാക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഉയരുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കും. കൂടി വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ ലഭിച്ച ദൈവീയ ജ്ഞാനം കൊണ്ട് ജീവിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവകൃപ ഓരോരുത്തരുടെ മേലും പകരണമേ. അവരുടെ വിഷയത്തിൽ ഒരു അത്ഭുത വിടുതൽ ഇന്ന് സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവർ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ കൃപ കൊടുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരും ദൈവം ഒരുവരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കും. ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഹല്ലേലൂയ വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കും. അവരുടെ വിഷയം ഇന്ന് മാറിപ്പോയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവ്. ഇരുട്ടിൻ്റെ ശക്തികളെ ഞങ്ങൾ ശാസിച്ചകറ്റുന്നു. ഹല്ലേലൂയ വെളിച്ചം ഞങ്ങളിലേക്ക് വന്നതിനായി സ്തോത്രം. ക്രിസ്തുവിലുള്ള വെളിച്ചം, ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ സൗഖ്യം, ആരോഗ്യം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരിലും പകർന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ഈ ദേശത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകം ശുശ്രൂഷ ദേവദാസിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലുള്ളവരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെവിടെ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമായി തീട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.